ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിക്കുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. 2022 കോയമ്പത്തൂരിൽ നടന്ന ബോംബ് സ്ഫോടനം, മംഗളൂരു ഓട്ടോറിക്ഷ സ്ഫോടനം എന്നിവയ്ക്ക് പിന്നിൽ ഒരേ സംഘമാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത്. 2024 ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലും ഒരേ ഹാൻഡലർ എന്ന സംശയമുണ്ട്. ബംഗളൂരു സ്വദേശി ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിന് ഈ ആക്രമണവുമായി ബന്ധമുണ്ടെന്ന സൂചന വരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, NIA അന്വേഷണം സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞോ? SKN, ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ദക്ഷിണേന്ത്യയിലേക്കും നീങ്ങുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പ്രധാനമായും കഴിഞ്ഞ വർഷങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നടന്ന ചാവേർ ആക്രമണം അല്ലെങ്കിൽ ഈ സ്വഭാവത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഈ ഡൽഹി ചാവേർ ആക്രമണവുമായി ബന്ധമുണ്ട് എന്നുള്ള സൂചനയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. 2022 കോയമ്പത്തൂർ ചാവേർ ബോംബ് സ്ഫോടനം, 2022 തന്നെ മംഗളൂരുവിൽ ഓട്ടോറിക്ഷ ഉപയോഗിച്ചുണ്ടായ സ്ഫോടനം, ഒപ്പം തന്നെ 2024 ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനം എന്നിവയ്ക്ക് ഡൽഹി സ്ഫോടനത്തിൻ്റെ അതേ സ്വഭാവമാണ് എന്നാണ് കണ്ടെത്തിയത്. വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന IEDകൾ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടമുണ്ടായത്. ഒപ്പം തന്നെ പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കളിൽ നിന്നും അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുത്താണ് ഈ സ്ഫോടനത്തിനായി IED നിർമ്മിച്ചത് എന്നും കണ്ടെത്തിയിരുന്നു. ഈ രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്കിടെയാണ് ബംഗളൂരു സ്വദേശിയായ എഞ്ചിനീയർ ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിന് ഈ ആക്രമണവുമായി നിർണായക ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയും ചെയ്യുന്നതിനിടയിൽ ഇയാൾ അപ്രത്യക്ഷനാകുന്നത്. ഇയാൾ പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ എല്ലാ ആക്രമണങ്ങൾക്ക് പിന്നിലും ഒരേ ഹാൻഡലർ തന്നെയായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. പല നഗരങ്ങൾ, പലയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചെറു ഗ്രൂപ്പുകൾ ഇവരെ യോജിപ്പിക്കുന്നത്, ഇവർ തമ്മിലുള്ള ആശയവിനിമയം സമൂഹ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ടെലഗ്രാം ആപ്പിലൂടെയാണ് നടത്തുന്നത് എന്നും ഇതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം പല നഗരങ്ങളിലുമുള്ള ഇത്തരം വൈറ്റ് കോളർ സംഘങ്ങൾക്ക് പരസ്പരം അറിയില്ല. ഇവയെ നിയന്ത്രിക്കുന്നത് ഒരേ ഹാൻഡലർ എന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം എന്നുമുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഡൽഹി സ്ഫോടന കേസിൽ ബോംബ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായം, അതിനുള്ള പരിശീലനവും ഈ വിദേശ ഹാൻഡലർമാർ നൽകിയിരുന്നു എന്ന സൂചനകളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 42 വീഡിയോകൾ ഈ വൈറ്റ് കോളർ സംഘത്തിന് വിദേശത്തു നിന്നുള്ള ഭീകര സംഘം അയച്ചു നൽകിയിരുന്നുവെന്നും ആ വീഡിയോകൾ കണ്ടാണ് ഈ സംഘം ബോംബ് നിർമ്മിച്ചത് എന്നുമുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.